ഒരു ഭയങ്കര പണക്കാരനായിട്ടുള്ള ഒരാളെ കല്യാണം കഴിക്കുക, അതിനുശേഷം അയാളിലൊരു കുട്ടി ഉണ്ടാവുക, അതിനുശേഷം അയാളെ ഡിവോഴ്സ് ചെയ്യുക, അയാളുടെ നല്ലൊരു തുക വാങ്ങിച്ച് ഡിവോഴ്സ് ആയിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് ജീവിക്കുക എന്നുള്ളത്. ഇതിന്റെ ഇടയിൽ പെട്ടുപോകുന്ന ചില ആണുങ്ങളും ഉണ്ട്. ഒന്നും രണ്ടും വിവാഹം കഴിച്ചതിന് ശേഷവും ഇതേപോലെ കോടികള് ജീവനാംശം ആവശ്യപ്പെട്ട് കൈപ്പറ്റിയ ആൾക്കാരും ഉള്ളൊരു സമൂഹം തന്നെയാണ്. പെൺകുട്ടികളുടെ തെറ്റുകൾ കൊണ്ടിട്ട് എന്താ പറയാ ഡിവോഴ്സ് ആയി, അതിനുശേഷം എനിക്ക് ഇന്ന തുക തന്നേ പറ്റൂ എന്ന് പറയുമ്പോഴത്തേനും ആലോചിക്കും, ദൈവം ഇവർക്കൊക്കെ ഉളുപ്പുണ്ടോന്ന്. സ്ത്രീ അനുഭവിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്യപ്പെടുന്നതൊക്കെ. ഡിപ്പെൻഡ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്, എനിക്ക് ഇനി അവരില്ലാതെ പറ്റില്ല അല്ലെങ്കിൽ വേറെ ഒരാൾ തന്നെ വേണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ ഡിപ്പെൻഡ് ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടേയിരിക്കും. ചിത്ര, നമ്മള് വിവാഹത്തിന് മുമ്പ് ഈ ഡൗറി ചോദിക്കുന്നതിനെ പറ്റി സംബന്ധിച്ച് ഒരുപാട് ആൾക്കാർ സംസാരിക്കുന്ന കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഡൗറിക്ക് എതിരായിട്ടുള്ള നിയമം തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയല്ലേ ഈ വിവാഹമോചനത്തിന് ശേഷം വാങ്ങുന്ന അലിമണി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജീവനാംശം എന്ന രീതിയിൽ കൈപ്പറ്റുന്ന ഒരു തുക എന്ന് പറയുന്നത്. ഇത് മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു കൂട്ടം ഉണ്ടെന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത്. ചില ആൾക്കാരാണെങ്കിൽ തന്റെ സെൽഫ് റെസ്പെക്ട് മാനിച്ച് തനിക്ക് ഈ ഒരു വ്യക്തിയിൽ നിന്ന് പിരിയുമ്പോൾ എനിക്ക് ഇവരുടെ യാതൊരു പൈസ വേണ്ട, എനിക്ക് ആവശ്യമില്ല എന്ന രീതിയിൽ നിൽക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ചിലർക്ക് സാഹചര്യം മൂലം അത് കൈപ്പറ്റിയേ പറ്റുള്ളൂ എന്ന രീതിയിൽ. അത് ചിലപ്പോ ഈ ഡൗറി സംബന്ധമായി കൊടുത്തതായിരിക്കും തിരിച്ചു വാങ്ങുന്നത്. പക്ഷെ ഇതിലൊന്നും പെടാത്ത ആൾക്കാരുമുണ്ട്. ഈ ഒരു പൈസ അല്ലെങ്കിൽ വൻ തുകയൊക്കെയാണ് ചില ആൾക്കാർ ഈ ഒരു രീതിയിൽ കൈപ്പറ്റുന്നതൊക്കെ. ഈ ഒരു രീതി ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇത് കേട്ടപ്പോഴേ എനിക്ക് ഓർമ്മ വന്നത് എന്താന്ന് വെച്ചാൽ ഒരു സിനിമയിലെ ഒരു ഡയലോഗ്, ശ്രിന്ദ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അതായത് ഒരു ഭയങ്കര പണക്കാരനായിട്ടുള്ള ഒരാളെ കല്യാണം കഴിക്കുക, അതിനുശേഷം അയാളിലൊരു കുട്ടി ഉണ്ടാവുക, അതിനുശേഷം അയാളെ ഡിവോഴ്സ് ചെയ്യുക, അയാളുടെ നല്ലൊരു തുക വാങ്ങിച്ച് ഡിവോഴ്സ് ആയിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് ജീവിക്കുക എന്നുള്ളത്. ഇത് ഫോക്കസ് ചെയ്യുന്ന കുറെ ആളുകളുണ്ട്. പക്ഷെ ഇതിന്റെ ഇടയിൽ പെട്ടുപോകുന്ന ആൾക്കാർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആവശ്യമുള്ള ആൾക്കാരുണ്ടാവും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവ് നോക്കില്ലാതെ അങ്ങനെയൊക്കെ ആയി, പിന്നെ അതിനുശേഷം ഡിവോഴ്സ് ആയി കഴിഞ്ഞിട്ട്, അതായത് പൂർണ്ണമായിട്ട് അവരിൽ ഡിപ്പെൻഡന്റ് ആയിട്ട് നിന്നിട്ട് പിന്നെ സെപ്പറേഷന് ശേഷം അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലുള്ള പെൺകുട്ടികളും ഉണ്ട്. അപ്പോ രണ്ട് തരത്തിൽപ്പെട്ടുള്ള ആൾക്കാരും ഉണ്ട് ഇതിനകത്ത്. പക്ഷെ ജെനുവിൻ ഏതാണെന്നുള്ളത് നമുക്ക് ചിലപ്പോ കണ്ടുപിടിക്കാൻ പോലും പറ്റില്ല. പക്ഷെ ഈ ഒരു രണ്ടാമത്തെ കേസിൽ പലപ്പോഴും ആ ഒരു സാഹചര്യം ജീവിക്കാൻ പറ്റില്ല എന്നുള്ള സാഹചര്യം ആണെങ്കിൽ പോലും ആ പെൺകുട്ടികളാണെങ്കിലും ഇവര് അനുഭവിച്ച, അവര് ചിലപ്പോ ആ ഒരു ലൈഫിൽ നിന്നപ്പോ അവരനുഭവിച്ച അത്രയും ആ ഒരു ട്രോമാസ് ഒക്കെ കൊണ്ട് അവര് തീരുമാനം, ഇനി എനിക്ക് അയാളുടെ പൈസ പോയിട്ട് അയാളോട്ട് എനിക്ക് ഒരു ബന്ധത്തിനും താല്പര്യമില്ല. ആ തലത്തില് ഇത് കൈപ്പറ്റാത്ത ആൾക്കാരും ഉണ്ട്. കുട്ടികളെ ഞാൻ സ്വന്തമായി നോക്കിക്കോളാം എന്ന രീതിയിൽ. പിന്നെ ഈ ഡൗറി ആ ഒരു സമയത്ത് ഇവരുടെ ഫാമിലിയിൽ നിന്ന് കൊടുത്ത ഡൗറിയും ബാക്കി കാര്യങ്ങളുമാണ് പലപ്പോഴും ഈ ഒരു രീതിയിൽ കോർട്ട് വഴി തിരിച്ചു വാങ്ങുന്നൊരു രീതി. പക്ഷെ ഇതിന്റെ അപ്പുറത്തേക്കും ഒരു വൻ തുകകളൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടൊരു കാര്യമായിരുന്നു. ഈ ഡിവോഴ്സിന്റെ ഒരു പാർട്ടി ആഘോഷിക്കുന്ന ഒരു രീതിയുണ്ട് ഇപ്പൊ. അപ്പൊ പാർട്ടി ആഘോഷിക്കുന്നതിനിടയിൽ ഒരു കേക്കിനകത്ത് എഴുതിയിരിക്കുന്നുണ്ട് 125 ഗ്രാം പവനും അതോടൊപ്പം തന്നെ 18 ലക്ഷം രൂപയും. തിരിച്ച് അവര് ഡിമാൻഡ് ആവശ്യപ്പെട്ടതാണ് അത് കൊടുക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോ ഇതിനു മുമ്പും സെലിബ്രിറ്റീസ് ഒക്കെ ഡിവോഴ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനത്തെ വാർത്തകളൊക്കെ, സമന്തന്റെ ആണെങ്കിൽ 200 കോടിയായിരുന്നു ജീവനാംശമായിട്ട് നാഗാർജുന പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ പുള്ളിക്കാരത്ത് പറയുന്നുണ്ട് എനിക്ക് അതിന്റെ ആവശ്യമില്ല എന്ന രീതിയിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പല സെലിബ്രിറ്റീസും കോടികൾ വാങ്ങിയ ചരിത്രവും നമ്മുടെ ഒരു സമൂഹത്തിലുണ്ടെന്നുള്ളതാണ്. ഒന്നും രണ്ടും വിവാഹം കഴിച്ചതിന് ശേഷവും ഇതേപോലെ കോടികള് ജീവനാംശം ആവശ്യപ്പെട്ട് കൈപ്പറ്റിയ ആൾക്കാരും ഉള്ളൊരു സമൂഹം തന്നെയാണ്. പക്ഷെ ഇതെന്ന് പറയുന്നത് ഈ കാര്യം മാത്രം ഫോക്കസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഈ 1, 2, 3 കിട്ടിയിട്ട് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഡിവോഴ്സ് ചെയ്യുക, പക്ഷെ കോർട്ടിൽ നിന്ന് നല്ല രീതിയിൽ തുക കൈപ്പറ്റി വാങ്ങുക. ഇതിന്റെ ഇടയിൽ പെട്ടുപോകുന്ന ചില ആണുങ്ങളും ഉണ്ട്. അതായത് പെൺകുട്ടികൾക്കാണല്ലോ ഈ ഒരു പ്രിവിലേജ് ഉള്ളത്, അതായത് മേടിക്കുക എന്നുള്ളൊരു, പ്രത്യേകിച്ച് നോൺ മാരിറ്റൽ അഫേഴ്സ് സ്ത്രീകളിൽ കണ്ടെത്തി ആ കാരണം കൊണ്ട് കുടുംബം പിരിഞ്ഞിട്ട് ജീവനാംശം വാങ്ങുന്ന ആൾക്കാർ. ജീവനാംശം, അതായത് അവരുടെ തെറ്റുകൊണ്ട് അല്ലെ, അതായത് പെൺകുട്ടികളുടെ തെറ്റുകൾ കൊണ്ടിട്ട് എന്താ പറയാ ഡിവോഴ്സ് ആയി, അതിനുശേഷം എനിക്ക് ഇന്ന തുക തന്നേ പറ്റൂ എന്ന് പറയുമ്പോഴത്തേനും ആലോചിക്കും, ദൈവം ഇവർക്കൊക്കെ ഉളുപ്പുണ്ടോന്ന്. അതായത് ആൺകുട്ടികൾ അത്ര ഇതായിട്ട് നിൽക്കുന്ന, ജെനുവനായിട്ട് നിൽക്കുന്ന ആൺകുട്ടികളും ഉണ്ട്. എനിക്ക് അറിയാവുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആള് ഭയങ്കര ജെനുവനായിട്ട് ഇങ്ങനെ സ്നേഹിച്ച് നിന്നതാണ്. അതിനുശേഷം ഈ ഭാര്യയില് വന്നിട്ടുള്ള അവർക്കൊരു എക്സ്ട്രാ മാരിറ്റൽ അഫയർ ഉണ്ടായിരുന്നു. അതിനുശേഷം ഡിവോഴ്സ് ആയി. അപ്പൊ ആള്
അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉള്ള ഒരാളാണ് ഈ ഭർത്താവ് എന്ന് പറയുന്നത്. നല്ലൊരു തുക കൊടുക്കാൻ തയ്യാറായിരുന്നു, അല്ലെ കൊടുത്തേ പറ്റുള്ളൂ. അത് അതുപോലെയൊക്കെയാണ് എഴുതി പിടിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതിന് കുറെ വക്കീലന്മാരും കുറെ ആളുകളും ഒക്കെ അതിന് കൂട്ട് നിൽക്കുന്നുള്ളതാണ്. അങ്ങനെ പെട്ടുപോകുന്ന ചില ആൺകുട്ടികളും ഉണ്ട്. അപ്പോ അവരുടെ കാര്യമൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരും എടുത്തു പറയുന്ന ഒന്നുമില്ല. നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നതും അല്ലെങ്കിൽ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നതും ഒക്കെ സ്ത്രീധനത്തിന്റെ പേരിലുള്ള കാര്യങ്ങളാണ്. അത് സ്ത്രീ അനുഭവിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്യപ്പെടുന്നതൊക്കെ. ആവശ്യമുള്ള ആൾക്കാരുണ്ട്, അത് അവരെ നമ്മൾ ഇതിനകത്ത് കൂട്ടിയിട്ടേ ഇല്ല കേട്ടോ. പക്ഷെ ഈ ആവശ്യമില്ലാതെ ഇപ്പോ എത്രയോ കോടിക്കണക്കിന് രൂപകളൊക്കെ ജീവനാംശമായിട്ട് മേടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇത് തന്നെ ഒരു തൊഴിലായിട്ട് നടത്തിയേക്കുന്ന ആൾക്കാരുണ്ട്. കല്യാണം കഴിക്കുന്ന, ഡിവോഴ്സ് ചെയ്യുന്ന മറ്റൊരു വെർഷനാണ് ഈ ഒരു ഇൻഷുറൻസ് തുക കണ്ടിട്ടുള്ള ആ ഒരു രീതികള്. അതേപോലെ ഇവർ ഓൾറെഡി ആദ്യം ഒരു മ്യൂച്വൽ ഫണ്ടിങ് ഒക്കെ തുടങ്ങും, ഒരു മ്യൂച്വൽ ബാങ്ക് അക്കൗണ്ട് ഒക്കെ തുടങ്ങും. അതിനുശേഷം കുറെ കാലങ്ങൾക്കൊക്കെ ശേഷിയായിരിക്കും ഡിവോഴ്സ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഓൾമോസ്റ്റ് ഇവരുടെ ഒരു വലിയ ഷെയർ ഇവർക്ക് തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അത് പക്ഷെ ഏത് രീതിയിലാണ്, അല്ല അങ്ങനത്തെ കേസുകളൊക്കെ ശരിക്കും നമ്മൾ കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഹസ്ബൻഡിന്റെ ആണെങ്കിൽ അവരുടെ തന്നെ ഷെയർ ഒരു ഭാഗം ഇവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള രീതികളൊക്കെ വരുന്നുണ്ട്. കുട്ടികളും കൂടി ഉണ്ടെങ്കിൽ പറയണ്ട കേട്ടോ. പിന്നെ കുട്ടികൾക്ക് നോക്കാം, അല്ലെങ്കിൽ ഇത്ര വയസ്സ് വരെ രണ്ടുപേരും ഈക്വലായിട്ട് നോക്കാമെന്നൊരു രീതിയുണ്ട്. ചില ആൾക്കാരൊക്കെ അതിന് റിഫ്യൂസ് ചെയ്യാറുണ്ട്. അത് ചിലപ്പോൾ അവരുടെ ലൈഫിൽ അത്രയും അനുഭവിച്ചിട്ടുള്ള ഒരു ഫാക്ടർ കൊണ്ട് തന്നെ ആയിരിക്കാം. അല്ലെങ്കിൽ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആളിൽ നിന്ന് വീണ്ടും ആ ഒരു പൈസ കൈപ്പറ്റുക, അല്ലെങ്കിൽ അവരുടെ പണം കൈപ്പറ്റുക, വീണ്ടും അവരെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആൾക്കാരാണ് കൂടുതലായിട്ട് റെഫ്യൂസ് ചെയ്യുന്നത്. പിന്നെ കുറെ ആൾക്കാർ ലൈഫ് ഒരു 10 വർഷമൊക്കെ അവരെ സഹിച്ച് ഇവരുടെ ആ ഒരു ജീവിത ലൈഫെല്ലാം സ്പോയിലാക്കി പോയ ആൾക്കാർക്കൊക്കെയാണ് കൂടുതലായിട്ടും ഈ ഒരു ജീവനാംശത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. അല്ലെങ്കിൽ അത്രയും വർഷം അവരുടെ പോയതല്ലേ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട്. പക്ഷെ വിവാഹ തട്ടിപ്പ് ഇതിന്റെ ഒരു മറയിൽ നടക്കുക എന്ന് പറയുന്നത് അത് കൃത്യം എനിക്ക് തോന്നുന്നു കോർട്ടിലൊക്കെ ഈ ഒരു ചീറ്റിംഗ് കേസ് ഫയൽ ചെയ്തിട്ട് തിരിച്ച് ഡിവോഴ്സ് കൊടുക്കുന്നതിനോടൊപ്പം ഇപ്പുറത്ത് നിൽക്കുന്ന പാർട്ട്ണറിനെതിരെ കേസ് എടുക്കാൻ ഒരു രീതി കൂടെ. പക്ഷെ അതെനിക്ക് തോന്നുന്നില്ല കൂടുതൽ ആൾക്കാർ അങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളത്. അതായത് ഒന്നാമത്തെ തന്നെ ഈ ഡിവോഴ്സ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ തലേന്ന് ഒഴിച്ചുവിടാനേ ആളുകൾ നോക്കുള്ളൂ. അതിന്റെ പുറകെയൊന്നും നടക്കാൻ ആളുകൾക്ക് സമയമില്ലാത്തത് കൊണ്ടായിരിക്കാം മേ ബി അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നോക്കാത്തത്. ഇതിന്റെ ഇടയിൽ ഇപ്പൊ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു കൂട്ടം സ്ത്രീകളുണ്ട്. അതായത് ഭർത്താവിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിന്നിട്ട് ഭർത്താവിന് വേറെ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇടപാടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ട് അവരുടെ, അതായത് ഭർത്താവിന്റെ തെറ്റുകൾ കൊണ്ടിട്ട് ഭാര്യയും ഭർത്താവും കൂടി ഡിവോഴ്സ് ആവുന്ന ഒരു സിറ്റുവേഷൻ വരുന്ന ഒരു സിറ്റുവേഷനിൽ ഈ പെൺകുട്ടികള് ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ഡിപ്പെൻഡന്റ് ആയിട്ട് അവരെ മാത്രം എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോ ഇവരില്ലാത്തൊരു സിറ്റുവേഷനിൽ ഇവർക്ക് എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യണം എന്ന് അറിയാത്തൊരു സാഹചര്യത്തില് എന്താ പറയാ, അവര് ഒന്നും ഇവരുടെ ഇനി എലിമണിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട, എനിക്ക് ഇവരുടെ ഒരു കാര്യങ്ങളോ ഒന്നും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോളാം എന്ന് വിചാരിക്കുന്ന കുറെ പെൺകുട്ടികളുണ്ട്. അവരുടെ ലൈഫ് കുറെ കഴിയുമ്പോൾ രക്ഷപ്പെടും. അതായത് ആ വാശിപ്പുറത്ത് തുടങ്ങുന്ന ഒരു ലൈഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രക്ഷപ്പെടുന്നിരിക്കും. പിന്നെ ഡിപ്പെൻഡ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്, എനിക്ക് ഇനി അവരില്ലാതെ പറ്റില്ല അല്ലെങ്കിൽ വേറൊരാൾ തന്നെ വേണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ ഡിപ്പെൻഡ് ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടേയിരിക്കും. അവിടെ നിന്ന് ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവുമല്ലോ, ആ സ്ഥലത്ത് വെച്ചൊരു തീരുമാനം എടുക്കുന്നതാണെങ്കിൽ നമുക്ക് ഇവരുടെ എലിമണിയോ അല്ലെങ്കിൽ ഇവരുടെ പൈസയോ കാര്യങ്ങളോ ഒന്നും വേണ്ട, ഒരു സമയത്ത് വിട്ടിട്ട് പോയിട്ടുള്ള ആൾക്കാരല്ലേ. അപ്പോൾ അതിന്റെ ആവശ്യം ഇല്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഇതിന്റെ ഇടയിൽ കുറെ ആളുകൾ ഈ മറ്റേ ഫ്രോഡ് കേസുകളൊക്കെ വരുമ്പോ നല്ല ഇപ്പൊ ജെനുവിൻ ആയിട്ടുള്ള കേസുകളും അതിന്റെ ഇടയിൽ മറഞ്ഞു പോകുന്നു എന്നുള്ളതാണ്.